ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മളെ ന്യൂ ബോൺ ബേബീസിൻ്റെ ഒരു ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ 0 to 6 months വരെയുള്ള ആ ഒരു ബേബീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഹെയർ ബാൻഡാണിത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പറ്റും. നമ്മളിതിൽ മുന്നേ ബേസിക് സ്റ്റിച്ചസൊക്കെ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റിച്ചസ് തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്രേ കളർ മിക്സഡ് ആയിട്ടുള്ള ഒരു യാണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യാണ് യൂസ് ചെയ്തോളൂ, നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 4.5-ൻ്റെ ഹുക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ കത്രിക നമുക്ക് ആവശ്യമാണ്, സൂചിപ്പിന്നി, അതുപോലെ തന്നെ സൂചി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാറുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്ലിപ്പ് നോട്ട് ഇടണം. അപ്പോൾ അതെങ്ങനെ ഇടുക എന്നുള്ളതൊക്കെ മുന്നത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് നമുക്ക് ഹുക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 48 ചെയിൻസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ 4 ചെയിൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ 48 ചെയിൻ ഇതേപോലെ നല്ല വൃത്തിക്ക് നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫിനിഷിങ്ങും നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും. ഇനി നമ്മളാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചെയിൻ ഇതേപോലെ പിടിച്ചിട്ട് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിലേക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ആ ഒരു ലാസ്റ്റിലത്തെ ആ ചെയിനിലേക്ക് ഹുക്ക് ഇട്ട ശേഷം യാൺ ഓവർ ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ റൗണ്ടായിട്ട് കിട്ടും. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ചെയിൻ ഇട്ട് കൊടുത്ത് എന്നിട്ട് ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ നമ്മൾ ഈ ഒരു സൂചിപ്പിൻ്റെ അടയാളം വെക്കുകയാണ്. കാരണം നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാ റൗണ്ടിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി ഇതേപോലെ ചെയിൻ പിടിച്ച ശേഷം ആദ്യത്തെ ചെയിനിൽ സിംഗിൾ ക്രോഷറ്റ് ചെയ്യും, പിന്നെ ഡബിൾ ക്രോഷറ്റ്, പിന്നെ സിംഗിൾ ക്രോഷറ്റ്, പിന്നെ ഡബിൾ ക്രോഷറ്റ്. ഇതേപോലെയാണ് ഈ ഒരു റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെയിനിൽ ഞാൻ സിംഗിൾ ക്രോഷറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ മുന്നത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണും. അതിൻ്റെ ബേസിക് ക്ലാസ്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സിമ്പിളായിട്ട് വേഗം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ സിംഗിൾ ക്രോഷറ്റ് ചെയ്തു. ഇനി നമ്മൾ ഡബിൾ ക്രോഷറ്റാണ്. അപ്പോൾ യാൺ ഓവർ ചെയ്യുക, ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് ഹുക്ക് പുറത്തേക്ക് എടുക്കുക. 3 ലൂപ്സ് കിട്ടി. ആദ്യത്തെ 2 ലൂപ്സിൽ കൂടി എടുത്ത ശേഷം പിന്നത്തെ 2 ലൂപ്സിൽ കൂടി യാൺ ഓവർ ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു സിംഗിൾ ക്രോഷറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഡബിൾ ക്രോഷറ്റ്. ഇതേപോലെ ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് വണ്ണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളെ ഡബിൾ ക്രോഷറ്റാണ്. അപ്പോൾ 3 ലൂപ്സ് കിട്ടി. ആദ്യത്തെ 2 ലൂപ്സിൽ കൂടി എടുത്ത് പിന്നത്തെ 2 ലൂപ്സ് കൂടി എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ ആ പിന്നിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാണ്. പിന്നെ നമ്മൾ ആ പിന്നിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ചെയിനിൽ ഇട്ടിട്ടാണ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ കിട്ടും. ഈ ഒരു തലയുടെ ആ ഒരു വലിപ്പം നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ ചെയിൻ്റെ ആ ഒരു എണ്ണം 48 എന്നുള്ളത് കൂട്ടിയാൽ മതി. നെക്സ്റ്റ് റൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ 2 ചെയിൻ ഇട്ട് കൊടുക്കണം. 2 ചെയിൻ ഇട്ടിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ചെയിനിൽ പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇനി മുന്നേ ഞാൻ ചെയ്തത് ആദ്യത്തേൽ സിംഗിൾ ക്രോഷറ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തേൽ 1 ഡബിൾ ക്രോഷറ്റ് ചെയ്തു, പിന്നെ സിംഗിൾ ക്രോഷറ്റ് ചെയ്യുക.
ഇനി സിംഗിൾ ക്രോഷറ്റ്. അപ്പോൾ നമ്മൾ മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സിംഗിൾ ക്രോഷറ്റിലായിരുന്നല്ലോ, അതാണ് ഈ റൗണ്ടിൽ നമ്മൾ ഡബിൾ ക്രോഷറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഇത് അവസാനിക്കും വരെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു സിംഗിൾ ക്രോഷറ്റ്, പിന്നെ ഒരു ഡബിൾ ക്രോഷറ്റ്, സിംഗിൾ ക്രോഷറ്റ്, ഡബിൾ ക്രോഷറ്റ്, സെയിം ഇതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ട് ആ ഒരു റൗണ്ടും. അപ്പോൾ പിന്നെ റിമൂവ് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ബാക്കി റൗണ്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഈ റൗണ്ട് 1 റൗണ്ട് 2 ഇത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ചെയിൻ ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്തത് എന്താ, സിംഗിൾ ക്രോഷറ്റ് ആയിരുന്നല്ലോ ആദ്യം ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ചെയിനിൽ നമ്മൾ എന്ത് ചെയ്യും, സിംഗിൾ ക്രോഷറ്റ്, പിന്നെ ഡബിൾ ക്രോഷറ്റ്, സിംഗിൾ ക്രോഷറ്റ്, ഡബിൾ ക്രോഷറ്റ്, ഇതന്നെ സെയിം ചെയ്യാനായിട്ട് പോകുന്നത്. ഇതേപോലെ നമുക്ക് എത്ര വീതി വേണോ അതിനനുസരിച്ച് ഈ ഒരു റൗണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പിന്നിടാനായിട്ട് നമ്മൾ മറക്കരുത്. കാരണം പിന്ന് കുത്തുമ്പോൾ നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് എന്നുള്ള ആ ഒരു ഐഡിയ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. റൗണ്ട് 1 റൗണ്ട് 2 ഇത് മാറി മാറി നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് ഉള്ള ആ ഒരു ഇത് തന്നെയാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു റൗണ്ടും ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, മാർക്കർ ഊരിയിട്ട് പിന്നെ അവിടെ നിന്ന് നീക്കി കൊടുക്കുക. എന്നിട്ട് ആ പിന്നിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ചെയിനിൽ തന്നെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. നമ്മളെ മക്കൾക്കൊക്കെ നമുക്ക് എവിടേക്കെങ്കിലും പോകുമ്പോഴായാലും മാച്ച് ഒപ്പിച്ചിട്ടൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ടീംസാണല്ലോ. അപ്പോൾ അതിനൊക്കെ നമുക്കൊന്നുകൂടി ഹെൽപ്പാണ്. ഒരു യാണുണ്ട്, ഹുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു 10 മിനിറ്റ് പോലും വേണ്ട, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്ത് എടുക്കാവുന്ന ഒരു ഹെയർ ബാൻഡാണിത്. അപ്പോൾ നമ്മൾ ഇതിൽ ആകെ ഈ ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, അതുപോലെ തന്നെ സിംഗിൾ ക്രോഷറ്റ്, ഡബിൾ ക്രോഷറ്റ്, ഈ ഒരു 3 സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ റൗണ്ട് 1ഉം റൗണ്ട് 2ഉം റിപ്പീറ്റ് മാറി മാറി ചെയ്ത് ഇത്രയും വീതി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. അപ്പോൾ ഞാനിത് യാണിനെ വലിച്ച് ഇനി അതൊന്ന് വെട്ടി കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ അവിടെ വരുന്ന ആ ഒരു ബാക്കി യാണുണ്ടല്ലോ, ആ യാണിൻ്റെ അവിടെ നമ്മൾ ഈ ഒരു സൂചി കോർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് അതിനെ അവിടെ ഒരു ഊരാൻ കൊടുക്ക് എടുക്കുന്ന പോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതിനെ ഇതേപോലെ ചെയിൻ്റെ ഉള്ളിൽ കൂടി ബാക്ക് സൈഡിൽ കിടത്തിട്ട് വലിക്കുക, യാണ് വലിച്ച് പുറത്തേക്ക് എടുക്കുക. ഇനി ഇതേപോലെ ഏതെങ്കിലുമൊക്കെ ആ ഒരു സ്റ്റിച്ചസിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്താൽ മതി, അതവിടെ ഹൈഡ് ചെയ്ത് പോയിക്കോളും. ഒപ്പം ഈ ഫ്രണ്ട് സൈഡൊന്നും ഇങ്ങനെ വലിച്ചു കൊടുക്കാനൊന്ന് നോക്കുക. ഇതേപോലെ ഒരു ചെയിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക, വലിച്ച് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അവിടെ ആ ഒരു യാൺ അവിടെ ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഞാനിതേപോലെ ഒന്നുകൂടി ഒരു ഊരാകുടുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ബാക്കി വരുന്ന ആ ഒരു യാൺ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും വീതിക്ക് നമ്മൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഹെഡിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഒന്നുകൂടി വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ ചെയിൻ്റെ എണ്ണം കൂട്ടി കൊടുത്താൽ മാത്രം മതി. ഇനി ബാക്കി വരുന്ന ആ ഒരു യാണും ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സൂചി ആവുമ്പോൾ ചേർത്തിട്ട് മറ്റു ചെയിൻസിൻ്റെ ഉള്ളിൽ കൂടി ഹൈഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഈ ബാൻഡിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാക്കുമ്പോഴാണ് ആ ഒരു ഷേപ്പിലുള്ള ആ ഒരു ഹെയർ ബാൻഡ് കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് നമ്മളിങ്ങനെ
വൃത്തിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു യാണിൽ സൂചി കോർത്ത ശേഷം നമുക്കിതിൻ്റെ ആ സൈഡിൽ കൂടിയ ഒന്ന് സൂചി വലിച്ചെടുക്കുക. ഇനി ഇവിടുന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ഇതേപോലെ യാണ് വലിക്കുക. ഇത് നമ്മളൊരു 4 ടൈം ചെയ്യുക. ഇവിടുന്ന് അപ്പുറത്തേക്ക് സെയിം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഇതേപോലെ 4 ടൈം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ബാക്കി വരുന്ന യാണുണ്ടല്ലോ, ഇതിന് നമ്മളവിടെ ഇതേപോലെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ വലിച്ച് പിടിച്ചൊന്ന് കെട്ടിക്കൊടുക്കുക. ഈ സൈഡിൽ കൊടുന്നിട്ട് ഇതേപോലെ കെട്ടുക. ആ ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ട് കെട്ടണ പോലെ ആക്കിയിട്ട് കെട്ടുക. ഇനി ബാക്കി വരുന്നത് ഈ മറ്റേ സൈഡ് ഭാഗത്തേക്ക് ആക്കിയിട്ടും ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇനി അതവിടെ ടൈറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇനി ബാക്കി വരുന്ന ആ ഒരു യാണ് ഇതേപോലെ സൂചി ചേർത്തിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കുക. ആ ബാക്ക് സൈഡിൽ കൂടി വലിച്ചെടുത്താൽ മതി. ഇനി യാണൊക്കെ അവിടെ ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ബാക്കി അവിടെയൊക്കെ കാണുന്നതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹെയർ ബാൻഡ് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് ഈ ഒരു 3 സ്റ്റിച്ച് മാത്രം നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഞാൻ പറഞ്ഞ് ചെയിൻ്റെ വലിപ്പം കൂട്ടുമെങ്കിൽ നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ വലിപ്പം നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താഴെയുള്ള ആ ബെല്ലൈക്കൺ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയെങ്കിൽ പുതിയ വീഡിയോസ് വരുമ്പോൾ വേഗം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.